ശ്രീമദ് ഭാഗവതം ക്ലാസ് 192. ഇന്ന് സ്കന്ധം 9 14-ാമത്തെ അധ്യായമായിട്ട് ബുധോത്പത്തിയാണ് നോക്കുന്നത്. നമ്മൾ കഴിഞ്ഞാൽ സൂര്യവംശത്തെ പറ്റിയുള്ള പരാമർശമാണ് കണ്ടത്. ഇപ്രാവശ്യം ചന്ദ്രവംശത്തെ പറ്റിയുള്ള ഒരു പരാമർശത്തിലേക്ക് പോവുകയാണ്. ഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ടത് സൂര്യനും ചന്ദ്രനുമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള ജീവജാലങ്ങളെയെല്ലാം തന്നെ ഈ സൂര്യനെയും ചന്ദ്രനെയായിട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രധാനമായി രണ്ടായിട്ട്, പിന്നെ അഗ്നിയെ അടിസ്ഥാനമാക്കിയിട്ടുണ്ട്. അതിപ്പം തൽക്കാലം വിടാം. ഇപ്പം സൂര്യവംശവും ചന്ദ്രവംശവുമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പം അവിടെ ചന്ദ്രൻ എന്ന ഗ്രഹമാണ് സ്വാധീനം ചെലുത്തിയിട്ടുള്ള വംശങ്ങളും. കാരണം നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു വശം സൂര്യനും ഒരു വശം ചന്ദ്രനുമാണ് കൺട്രോൾ ചെയ്യുന്നത്. അതിനുള്ള 2 നാഡികളുണ്ട്. അതുകൊണ്ട് തന്നെ വംശങ്ങളും 2ആയി തിരിച്ചിട്ടുണ്ട്. അത് ഗ്രഹങ്ങളും എല്ലാമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് അതെല്ലാം ചേർത്തുകൊണ്ടുള്ളൊരു കഥയാണ്. കഥയായിട്ട് തന്നെ അതിനെ ആ രൂപത്തിൽ കാണണം, അല്ലാതെ അതേ രൂപത്തിൽ എടുത്തു കളയരുത്. അപ്പോൾ ഒന്നിൽ ശ്രീ സുഗൻ പറയുകയാണ്, അല്ലയോ പരീക്ഷിച്ച രാജാവേ, ഇത് ചന്ദ്രൻ്റെ അല്ലെങ്കിൽ സോമൻ്റെ ഇനി സോമൻ്റെ വംശചരിത്രം പറയാമെന്ന് പറയാണ്. ഈ വംശത്തിലാണ് പുരൂരവസ് മുതലായവരെല്ലാം ജനിച്ചത്. അതുകൊണ്ട് അവരുടെ ചരിത്രമെല്ലാം ഇവിടെ പറയാം. ഇനി 2 സഹർഷ ശീർഷൻ എന്ന വിരാട് പുരുഷൻ്റെ, അപ്പം തുടക്കം മുതലേ അങ്ങ് തുടങ്ങിയാണ്. വിരാട് പുരുഷൻ, ഈ പ്രപഞ്ചം മുഴുവൻ ഒരു വിരാട് പുരുഷനായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ആ സഹർഷ ശീർഷൻ വിരാട് പുരുഷനാണ് നാരായണൻ. ആ നാരായണൻ്റെ അല്ലെങ്കിൽ വിഷ്ണു എന്നെല്ലാം പറയാം, ശ്രീഹരി എന്നെല്ലാം പറയാം. അതിൻ്റെ നാഭിയിൽ നിന്നും വിരിഞ്ഞ പൂവിൽ നിന്നും താമരയിൽ നിന്നും ബ്രഹ്മദേവൻ്റെ ഉണ്ടായി. അപ്പം ബ്രഹ്മദേവനാണ് സൃഷ്ടി നടത്തുന്നത്. ബ്രഹ്മദേവനിൽ നിന്ന് തുടങ്ങി പറയുകയാണ്. ബ്രഹ്മദേവൻ്റെ പുത്രനായ അത്രി മഹർഷി. അത്രി മഹർഷി എന്ന് പറയുമ്പോൾ അഗ്നിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അഗ്നിയായിട്ട് ബന്ധപ്പെട്ടതായിട്ട് അത്രി മഹർഷിയെ കാണുന്നു. അങ്ങനെ അത്രി മഹർഷിയുടെ ഗുണങ്ങൾ വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹത്തിൻ്റെ കഴിവല്ല. ഇനി 3 പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ആനന്ദ കണ്ണീർ കണങ്ങളിൽ നിന്നുമാണ് അമൃതസ്വരൂപനായ സോമൻ അഥവാ ചന്ദ്രൻ ജനിച്ചത്. അപ്പം ചന്ദ്രൻ എന്ന ഗ്രഹമുണ്ടായി. അത് അത്രി മഹർഷിയുടെ കണ്ണിൽ നിന്നെന്ന് പറയുമ്പോൾ അഗ്നിയായിട്ട് എടുക്കണം. കണ്ണിൽ നിന്ന് അഗ്നിയിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നതിൽ നിന്നാണ്, ഊർജത്തിൽ നിന്നാണ്. ഊർജമാണ് കണങ്ങളായി മാറിയത്. കണങ്ങളെല്ലാം ആറ്റങ്ങളായിട്ട് കൂടി ചേർന്നിട്ട് എല്ലാമായി മാറിയത്. അപ്പോൾ ആ നിലയിൽ ഇതിനെ കണ്ടാൽ മതി. അങ്ങനെ ജനിച്ചതാണ് ചന്ദ്രൻ അല്ലെങ്കിൽ സോമൻ. പിന്നെ ബ്രഹ്മാവ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ബ്രാഹ്മണർ, ഔഷധങ്ങൾ, പിന്നെയോ നക്ഷത്രങ്ങൾ, ഇതിൻ്റെ എല്ലാം രാജാവായിട്ട് ബ്രഹ്മാവ് സോമനെ നിശ്ചയിച്ചു. അപ്പം ഇത് ജ്യോതിഷപരമായിട്ടുള്ള ഒരു പരാമർശമാണ്. ബ്രാഹ്മണരെയെല്ലാം ചന്ദ്രനെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഔഷധങ്ങളെല്ലാം ചന്ദ്രനെ കൊണ്ടാണ് ചിന്തിക്കേണ്ടത്. അതേപോലെ തന്നെ നക്ഷത്രങ്ങളെല്ലാം ചന്ദ്രനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. ഒരു ജ്യോതിഷത്തിൽ ഇവയുടെ എല്ലാം ആധിപത്യം എന്ന് വേണമെങ്കിൽ കാരകത്വം എന്നെല്ലാം പറയും. അതെല്ലാം ചന്ദ്രനുമായിട്ട് ബന്ധിപ്പിച്ച് കിടക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ 4 പറയാണ്, ആ സോമൻ 3 ലോകങ്ങളും വിജയിച്ചിട്ട്
അത് എല്ലാ ലോകവും കീഴടക്കി. കാരണം എല്ലാം ചന്ദ്രന് വലിയൊരു സ്ഥാനമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? രാജസൂയ യാഗമെല്ലാം നടത്തി. രാജാവാണെന്ന അഹങ്കാരം അദ്ദേഹത്തിന് തലക്ക് പിടിച്ചു. ആ അഹങ്കാരം രാജാവാകുമ്പോൾ പിന്നെ ആര് ചോദിക്കാനും പറയാനൊന്നുമില്ലല്ലോ. രാജാവെന്ന അഹങ്കാരം മൂത്തപ്പോൾ താര എന്ന ദേവഗുരുവിൻ്റെ പത്നിയെ അപഹരിച്ചു. ദേവഗുരു എന്ന് പറയുമ്പോൾ ബൃഹസ്പതി എന്ന് പറയുന്നത് വ്യാഴഗ്രഹമാണ്. വ്യാഴഗ്രഹത്തിൻ്റെ പത്നിയെ താരയെ രാജാവെന്ന നിലയിൽ കയറി അങ്ങ് അപഹരിച്ചു. അപ്പം നേരത്തെ നക്ഷത്രങ്ങളുടെ എല്ലാം ആധിപത്യം ചന്ദ്രനാണ് എന്ന് പറഞ്ഞപ്പോൾ വേറൊരു കഥയിൽ ചന്ദ്രൻ്റെ ഭാര്യമാരാണ് 27 നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു വ്യത്യാസമല്ലേ വരുന്നത്? അങ്ങനെ ചിന്തിക്കുമ്പോൾ ഭൂമിയുടെ ഓർബിറ്റിലാണ് ചന്ദ്രനുള്ളത്. നക്ഷത്രങ്ങളോട് ചേർന്ന് കിടക്കുന്നത് ഏതാണ്? വ്യാഴനാണ്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനീനെ കൂട്ടണ്ട, വ്യാഴമാണ്. കഥയിൽ അങ്ങനെ ചോദ്യമൊന്നുമില്ല. അപ്പോൾ ഏറ്റവും പുറത്ത് നക്ഷത്രങ്ങളോട് അടുത്തുള്ളത് വ്യാഴനായതുകൊണ്ട് വ്യാഴൻ്റെ പത്നിയായ താര എന്ന് പറയുമ്പോൾ നക്ഷത്രം ആയിട്ടും എടുക്കാം, ചന്ദ്രൻ അപഹരിക്കുന്നു. ചന്ദ്രനെപ്പോലെ നക്ഷത്രങ്ങളോട് ചേർത്ത് വെച്ചിട്ടാണ് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ചന്ദ്രനെക്കാട്ടി അടുപ്പം വ്യാഴനോടാണ്. അപ്പം വ്യാഴൻ്റെ താരയെ ചന്ദ്രൻ അപഹരിച്ചു രാജാവെന്ന അഹങ്കാരത്തിൽ. അപ്പം ബൃഹസ്പതി പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും വിട്ടുകൊടുത്തില്ല. അങ്ങനെ ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധമുണ്ടായി. ദേവന്മാരുടെ ഗുരുവാണല്ലോ ബൃഹസ്പതി, വ്യാഴം. അതുകൊണ്ട് ദേവന്മാരെല്ലാം അപ്പുറത്തെ പക്ഷത്ത് നിന്നു. അപ്പോൾ ഇപ്പുറം പറയുകയാണ്, അസുര രാജാവായ ശുക്രാചാര്യർ ദേവഗുരുവിനോടുള്ള ശത്രുത കൊണ്ട് ആരുടെ പക്ഷം നിന്നു? അസുരന്മാരോടൊപ്പം നിന്നു. അതായത് സോമനോട്, ചന്ദ്രനോടൊപ്പം നിന്നു. ശിവൻ അപ്പുറത്തെ ഭാഗത്ത് തന്നെയാണ്. ആ സ്നേഹം കൊണ്ട്, ബൃഹസ്പതിയായിട്ടുള്ള ആ സ്നേഹബന്ധം കൊണ്ട് ശിവനും അപ്പുറം തന്നെയാണ് നിന്നത്. അപ്പം എല്ലാവരും രണ്ട് പക്ഷത്തായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ 7 പറയാണ്, ദേവന്മാരെല്ലാം ബൃഹസ്പതിയെ അംഗീകരിച്ചു. താരയെ ചൊല്ലിയുണ്ടായ യുദ്ധം ദേവാസുരന്മാരുടെ വിനാശത്തിന് ഹേതുവായി. ഇവിടെ ഒരു കാര്യം പറയുകയാണ്, ഗ്രഹങ്ങളെല്ലാം തന്നെ ആകാശത്തിലുള്ള സൗരയൂഥ സിസ്റ്റം എല്ലാം 2 ദ്വയമായിട്ട് മാറി, 2 പക്ഷമായിട്ട് മാറി. ഒന്ന് ദേവന്മാരുടെ പക്ഷത്ത് ബൃഹസ്പതിയുടെ പക്ഷവും, അതായത് വ്യാഴൻ്റെ പക്ഷവും, മറ്റേ പക്ഷത്ത് ചന്ദ്രൻ്റെ പക്ഷവും. ജ്യോതിഷത്തിൽ വ്യാഴന് വലിയ പ്രാധാന്യമുണ്ട്. പല ദോഷങ്ങളും പരിഹരിക്കാനുള്ള, പല ഗ്രഹങ്ങളുണ്ടാക്കുന്ന ദോഷങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ് വ്യാഴനുണ്ട്. അതേസമയം ചന്ദ്രനെ അടിസ്ഥാനമാക്കിയാണ് എല്ലാ ഫലങ്ങളും പറയുന്നത് പ്രധാനമായും. ഇപ്പം രണ്ടും ഇപ്പുറത്തെ വശത്ത് സ്ട്രോങ് ആയിട്ടാണ്. സൂര്യനാണ് പ്രധാനം. സൂര്യൻ്റെ വംശത്തെ നേരത്തെ തന്നെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ള വംശം ചന്ദ്രന് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ വ്യാഴന് ഇതുവെല്ലാം പിടിച്ചുകൊണ്ടുള്ള എന്തുകൊണ്ടാണ് വ്യാഴന് കൊടുത്തുകൂടെ, ചന്ദ്രൻ്റെ വംശം എന്നെന്തിനാണ് പറയുന്നത്, വ്യാഴൻ്റെ വംശം എന്ന് പറഞ്ഞുകൂടെ എന്നുള്ള എല്ലാ ആശയക്കുഴപ്പമുള്ളത് കൊണ്ട് ആ ചന്ദ്രൻ്റെ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെയെല്ലാം പറഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 8 പറയാണ്, അങ്കീരസുകൾ എന്ന് പറഞ്ഞാൽ ആദ്യമുണ്ടായ കണങ്ങളിൽ നിന്നാണല്ലോ എല്ലാം ഉണ്ടായത്. അവരെ പോയിട്ട് ബ്രഹ്മാവിനോട് പറഞ്ഞു, ബ്രഹ്മാവാണല്ലോ സൃഷ്ടി നടത്തുന്നത്. സൃഷ്ടിയിൽ ആദ്യമുണ്ടായ അങ്കീരസുകളാണ്. അങ്കീരസുകളിൽ നിന്നാണ് പിന്നെ ഈ ചന്ദ്രനും എല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പം അങ്കീരസുകൾ പോയി ബ്രഹ്മാവോട് പറഞ്ഞു. ബ്രഹ്മാവ് സോമനെ വിളിച്ചിട്ട് ചീത്ത പറഞ്ഞു, ചന്ദ്രന് ഉടനെ വിട്ടു കൊടുക്കണം എന്ന് പറഞ്ഞു. താരയെ സ്വഭർത്താവായ ബൃഹസ്പതി വിട്ടുകൊടുത്തേക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ
ഭർത്താവ് അവളെ ഭർത്താവിന് കൊടുത്തു, താരയെ ബൃഹസ്പതിക്ക് അല്ലെങ്കിൽ വ്യാഴഗ്രഹത്തിന് കൊടുത്തു. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്, ബൃഹസ്പതി മനസ്സിലാക്കുന്നത് ഇവള് ഗർഭിണിയാണെന്ന്. പാക പ്രശ്നമായി. അപ്പം ആരെ കുട്ടിയെ കൊണ്ടാണ്, ചന്ദ്രൻ്റെ കുട്ടിയെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ബൃഹസ്പതി പറഞ്ഞു, ബുദ്ധി കെട്ടവളെ, അന്യപുരുഷനിൽ നിന്നും ഉണ്ടായ ഗർഭത്തെ എൻ്റെ ഭാര്യയായ നിന്നിൽ കൊണ്ട് നടക്കരുത്, ഉടനെ അതിനെ കളയുക എന്ന് പറഞ്ഞു. എന്നിട്ട് വേറൊന്നും കൂടിയും പറഞ്ഞു, ഒരു കണക്കിന് സതിയെപ്പോലെ നിന്നെ ചെയ്യേണ്ടതാണ്. സതി എന്താണ്? ജയിച്ചുപോയി, ശിവൻ്റെ ഭാര്യ. പക്ഷേ നിൻ്റെ ഉള്ളിലൊരു കുട്ടിയുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, അത് നിന്നെ ഭസ്മമാക്കുന്നില്ല. ഇനി 10 ലജ്ജിതയായ താര തങ്കസമാനമായ കുഞ്ഞിനെ ഗർഭത്തിൽ നിന്ന് അപ്പം എന്ത് ചെയ്തു? മോചിപ്പിച്ചു. നല്ല കാണാൻ നല്ല സൗന്ദര്യമുള്ള, കാരണം ബുധൻ നല്ല സൗന്ദര്യത്തിൻ്റെ എല്ലാം ഗ്രഹമാണ്, അതിനെ മോചിപ്പിച്ചു. ആ കുഞ്ഞിനെ കണ്ടപ്പോൾ, അല്ലെ ആ പുത്രനെ കണ്ടപ്പോൾ ബൃഹസ്പതിക്കും ഭയങ്കര താല്പര്യം ജനിച്ചു, സോമനും വലിയ താല്പര്യം ജനിച്ചു. കാരണം അത്രയും നല്ല സുന്ദരനായ കുട്ടി. പിന്നെ അവർ തമ്മിൽ അവിടെ മത്സരമായി. 11 പറയാണ്, ഇവൻ എൻ്റേതാണ് നിൻ്റേതല്ല എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ ഇവർ വ്യാഴനും അല്ലെങ്കിൽ ബൃഹസ്പതിയും, കഥയിൽ വരുമ്പം ബൃഹസ്പതി, സോമനും, ചന്ദ്രൻ എന്ന് പറയുന്നതിന് സോമൻ എന്ന് പറയാം, തമ്മിൽ മത്സരമായി. ഇതെൻ്റെ കുട്ടിയാണ് നിൻ്റെയല്ല എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര തർക്കമായി. അപ്പോൾ ദേവന്മാരും മുനിമാരും എല്ലാം കൂടിയിട്ട് എന്ത് ചെയ്തു? അവളോട് വന്ന്, നാരദനും എല്ലാം വന്നിട്ട് അവളോട് തിരക്കി ആരെ കുട്ടിയാണെന്ന്. പക്ഷേ ലജ്ജയാൽ അവൾ ഒന്നും തന്നെ പറഞ്ഞില്ല. 12 ആ തരത്തിലുള്ള നാണം കുണുങ്ങി നിൽക്കുന്നത് കണ്ടിട്ട് ദേഷ്യം കയറിയിട്ട് താര ഈ കുട്ടി കുമാരൻ എന്ന് പറഞ്ഞ അമ്മയോട് കയർത്തു, ദുശ്ചരിതേ, എന്താ ഒന്നും പറയാതെ നിൽക്കുന്നത്. മകന് ദേഷ്യം വന്നു, അച്ഛൻ അരഹെന്ന് പറയാതുകൊണ്ട് എന്താണൊന്നും പറയാതിരിക്കുന്നത്. ലക്ഷണം കെട്ടവളെ, തൻ്റെ ദോഷത്തെ തുറന്നു പറയുക, എനിക്കുണ്ടായി ദോഷം അകറ്റാൻ വേണ്ടിയിട്ട് ആരാണ് പുത്രനെന്ന് തുറന്നു പറയുക. പിന്നെ 13 പറയുകയാണ്, പിന്നെ അവസാനം ബ്രഹ്മദേവൻ അവളെ ഒരൊറ്റക്ക് ഏകാന്തമായ ഒരു സ്ഥലത്തെല്ലാം കൊണ്ട് പോയിട്ട് സൗമ്യമായിട്ട് ചോദിച്ചപ്പോൾ വഴി പോലെ അവൾ പറഞ്ഞു സോമനാണെന്ന്. അങ്ങനെ സോമൻ അവനെ ഏറ്റെടുത്തു. ഇനി 14 പറയാണ്, ബ്രഹ്മാവാവിന് ബുധൻ എന്ന പേര് നാമകരണം ചെയ്തു. നക്ഷത്രനാഥനായ സോമൻ അതിൻ്റെ ബുദ്ധി കണ്ടിട്ട് വളരെയധികം സന്തോഷിച്ചു. ഇനി 16 പറയുകയാണ്, അനന്തരം ഈ ബുധനിൽ നിന്ന് ഇളയിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ്. ഇളയിൽ ആണും പെണ്ണുമാകുന്ന ഒരു കേസ് പറഞ്ഞിട്ടുമല്ലോ. അതിൽ നിന്ന് പുരൂരവസ് ഉണ്ടായി. ബുധന് ഇളയിൽ പുരൂരവസ് എന്നത് ഉണ്ടായി. ഇനി ഈ പുരൂരവസിലൂടെയാണ് ചന്ദ്രവംശത്തിൻ്റെ തുടക്കം. അപ്പം ഇവിടെ ഏതെല്ലാം ഗ്രഹങ്ങൾ വന്നു? ചന്ദ്രൻ വന്നു, ശാന്തഗ്രഹമാണ്. ബുധനും വന്നു, ബുധൻ ശാന്തഗ്രഹമാണ്. ഇളാവുന്ന മെയിലും ഫീമെയിലും ആകുന്ന രാശികളാണ്. പിന്നെന്തുണ്ട്? വ്യാഴനി ഇവിടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്, അതും ശാന്തഗ്രഹമാണ്. ശുക്രാചാര്യർ ഇവരെ കൂടെ ചേർന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ശുക്രനും ശാന്തഗ്രഹമാണ്. അപ്പോൾ ഈ ശാന്തഗ്രഹങ്ങൾ, ഈ ഗ്രഹങ്ങളെല്ലാം ബുധൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിയുടെ ഗ്രഹമാണ്. മാത്സിലെല്ലാം പ്രാവീണ്യമാകുന്നത് ഈ ബുധൻ ആക്റ്റീവ് ആകുമ്പോഴാണ്.
സയൻസ്, ബുധൻ സയൻസ്, കെമിസ്ട്രി, ഫിസിക്സ്, എല്ലാ വിഷയങ്ങളും, സയൻസ് വിഷയങ്ങൾ, എൻജിനീയറിംഗ് വിഷയങ്ങൾ, മെഡിസിന്, ഇതെല്ലാം ബുധനുമായിട്ട് വലിയ ബന്ധമുണ്ട്. ബുധനും വ്യാഴനും എല്ലാമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് പൊതുവെ സുന്ദരന്മാരായിരിക്കും. ഇപ്പം 2 തരം വംശം ഇവിടെയുണ്ട്, സൂര്യവംശവും ചന്ദ്രവംശവും. നമുക്ക് സൂര്യദശ ചന്ദ്രദശ ഇങ്ങനെ മാറി മാറി വരുന്നത് പോലെ ലോകത്തിൽ കാലങ്ങളും സൂര്യൻ്റെ കാലഘട്ടം ചന്ദ്രൻ്റെ കാലഘട്ടം ഇങ്ങനെ മാറി മാറി വരുന്നു. അപ്പോൾ രാമനെല്ലാം സൂര്യവംശത്തിൽ പെടുന്നതാണെന്ന് നമ്മൾ കഴിഞ്ഞതിൽ കണ്ടു കഴിഞ്ഞു. ചന്ദ്രൻ ബുധൻ ഇതെല്ലാം വരുമ്പോൾ കച്ചവടത്തെ സമർത്ഥന്മാരാണ്, സുന്ദരന്മാരാണ്. അപ്പോൾ 2 തരം സമൂഹങ്ങൾ, ഈ 2 തരം ജനവിഭാഗങ്ങൾ അല്ലെങ്കിൽ എല്ലാം രണ്ടായിട്ട് തിരിക്കാം, സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും. പിന്നെ അഗ്നീൻ്റെ പറയുള്ളൂ. അങ്ങനെ പൊതുവേ സൂര്യനും ചന്ദ്രനും. അപ്പം ആ ചന്ദ്രവംശത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പം ചില കാലഘട്ടങ്ങളിൽ ചന്ദ്രവംശമാണ് ഭരണം നടത്തുക, ചില കാലഘട്ടങ്ങളിൽ സൂര്യവംശമാണ്. അങ്ങനെയെല്ലാം മാറി മാറി വരും. സൂര്യദശ വരും, ചന്ദ്രദശ വരും, ഇങ്ങനെ വന്നു പോകുന്നില്ലേ. അതുപോലെ ഈ 2 ഗ്രഹങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഇതിൻ്റെ പിന്നിൽ മറ്റുള്ള എല്ലാം കയറി വരുന്നു. അപ്പം പുരൂരവസ് അത്തരത്തിലാണ്. അപ്പം ഈ പുരൂരവസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗന്ദര്യം. കാരണം ചന്ദ്രനാണ്, വ്യാഴനാണ്, ഇതെല്ലാം ശുഭഗ്രഹങ്ങളാണ്. ഗുണം വെച്ച് കഴിഞ്ഞാൽ നല്ല സ്വഭാവം, ഔദാര്യം, സ്വഭാവം ഒന്നും എടുത്തും സമ്പത്ത്, പരാക്രമം. ശുക്രനെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ സമ്പത്ത്. പക്ഷേ സൂര്യ രാജാക്കന്മാർക്ക് അധികാരം, അങ്ങനെയുള്ള ഇതാണ് പൊസിഷൻ, അതെല്ലാം സൂര്യൻ്റെ പ്രത്യേകത. പക്ഷെ പരിക്കൻ സ്വഭാവമാണ്. പക്ഷെ ചന്ദ്രൻ അങ്ങനെയല്ല. അപ്പോൾ ഇദ്ദേഹം വളരെ സുന്ദരനാണ്. അപ്പോൾ ഇവനെ പറ്റിയെല്ലാം ദേവേന്ദ്രൻ പോയിട്ട് പാടി നടക്കുകയാണ്, സ്വർഗത്തിലെല്ലാം പോയിട്ട് പാടി നടക്കുകയാണ് ഇവൻ്റെ ആ ഒരു സൗന്ദര്യത്തെയെല്ലാം പറ്റിയിട്ട്, പുരൂരവസിൻ്റെ. അത് കേട്ടപ്പോൾ മന്മഥബാണങ്ങളേറ്റ പോലെ തകർന്ന് ദേവാംഗിയായ ഊർവശി അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ചെന്നു. അപ്പം നാരദനി പറയുന്നതെല്ലാം കേട്ടപ്പോൾ ഊർവശിക്ക് ഭയങ്കര ഇതുണ്ടായിട്ട് നേരെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പം ഇവിടെ ഊർവശി എന്ന് പറയുന്നത് ഗ്രഹങ്ങളെല്ലാം ഉണ്ടായിട്ട് ഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന പ്രേരക ശക്തികളാണ് എന്ന് ഞാൻ നേരത്തെ നമ്മൾ വേദങ്ങളിലൂടെയെല്ലാം കണ്ടിട്ടുണ്ട്. ഊർവശി, ഗന്ധർവന്മാർ, ഗന്ധർവ സ്ത്രീകൾ, ഇവരെല്ലാം വികാരങ്ങൾ ഉണർത്തും. ഊർവശി എന്നെല്ലാം പറയുമ്പോൾ നമ്മളിൽ വികാരങ്ങൾ ഉയർത്തുന്ന ആ ശക്തി വിശേഷമാണ്. നമുക്ക് ഒരു പ്രായത്തിലെത്തുമ്പോഴാണ് ഈ വികാരങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ചെറിയ കുട്ടിയായിരിക്കും അങ്ങനത്തെ ഉണ്ടാവും ഇല്ല. ഒരു പ്രായം വരുമ്പോൾ അവിടെ നിന്നാണ് അത് വരുന്നത്. എന്നിട്ട് ഏതെങ്കിലും ഒരു പെണ്ണിനോടോ പുരുഷനോടോ വികാരം ചേരും. അത് ആഗ്രഹിക്കുന്നതിലാണ് ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതല്ല. അതിന് ചിലവരെ ചേർത്തിട്ട് കുട്ടികളെ ഉണ്ടാക്കണം എന്തെല്ലോ ലക്ഷ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കും, ചില പയ്യന്മാരെ കാണുമ്പോൾ, അയ്യോ അവനെന്തിനാ പെണ്ണിൻ്റെ പിന്നാലെ, എന്ത് കണ്ടിട്ടാണ് ഇതിൻ്റെ പിന്നാലെ നടക്കുന്നതെന്ന് ചോദിക്കും. അല്ലെങ്കിൽ ചില പെണ്ണോട് അവൾക്ക് എന്തില്ലായിട്ടാണ് ഇവൻ്റെ പിന്നാലെ നടക്കുന്നത്, എന്തോ ഒരു അസ്ഥിയിൽ പിടിച്ച മാതിരിയാണ്. കാര്യമായിട്ടൊന്നും തന്നെ ഉണ്ടാവില്ല. നോക്കിയാൽ ഒന്നിനും കൊള്ളാത്തതായിരിക്കും, ആണായാലും പെണ്ണായാലും. മറ്റേത് നല്ലതുമായിരിക്കും. എന്നാലും അതിലങ്ങ് വീണ് പോവുകയാണ്. ഇതെല്ലാം ഉള്ളിൽ ആ ഊർവശി കയറി നമ്മൾ ഉള്ളിൽ കയറി വരുമ്പോഴാണ്, അതേമാതിരി ഗന്ധർവൻ ഉള്ളിൽ കയറി വരുമ്പോഴാണ് ഈ സ്വഭാവങ്ങളെല്ലാം പ്രകടിപ്പിക്കുന്നത്. അത് നമ്മൾ അറിയുന്നില്ല. നമ്മളിൽ വികാരങ്ങളെല്ലാം ഉണർത്തുന്ന, അതിനെ അമ്പയ്യാൻ നടക്കുന്ന കക്ഷികളും എല്ലാം ഉണ്ട്. കാമപാഠമെല്ലാം അയക്കുക, ഇതാണ് പറയുന്നത്. ഇതെല്ലാം ഗ്രഹങ്ങളിൽ നിന്ന് നമ്മളെ നാഡികളിലൂടെ പ്രേരിപ്പിക്കുന്ന ശക്തിയാണ് ഈ ഊർവശി. അങ്ങനെ ഈ ഊർവശി ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കയറി വരുന്നു. കഥയിൽ വരുമ്പോൾ ഊർവശി കയറി വരുന്നതായിട്ട് സുന്ദരിയായിട്ടെല്ലാം വിവരിക്കും. കാരണം കഥയിൽ കഥാപാത്രം വരണമല്ലോ.
അല്ലെങ്കിൽ പിന്നെ ആ കഥ തന്നെ പൊളിഞ്ഞു പോകും. ഒരു ബലം വന്നു, ഒരു വികാരം വന്നു, ഒരു ബലം അവിടുന്ന് വന്നു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഥ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കഥേൻ്റെ വഴിക്ക് പോകും. പക്ഷെ നമ്മളതിനെ ആ നിലയിൽ കണ്ടോളണം. അല്ലാതെ ഒരു ഊർവശി നിങ്ങൾ കയറി വരുന്നില്ല. നമ്മളിലും എല്ലാം കയറി വരുന്നുണ്ട് ഊർവശികൾ. ആ സമയത്തുമ്പം കയറി വരും. എന്നിട്ട് ഇതെന്തുകൊണ്ടാണ് ഊർവശി ഇങ്ങനെ വരാൻ എന്ന് പറഞ്ഞാൽ ഗന്ധർവ ലോകത്തിലുള്ള അവളെന്തിനും ഇങ്ങോട്ട് വരുന്നതെന്നെല്ലാം ചോദിച്ചാൽ ഇവിടെ ഒരു കാര്യം പറയുകയാണ്. മിത്രവരുണന്മാരുടെ ശാപം നിമിത്തമാണ് മനുഷ്യഭാവം പ്രാപിച്ചിട്ട് സ്വർഗസുന്ദരി ഉടലോടെ ഇവിടെ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഒരു ശാപം കിട്ടിയതിൻ്റെ ഫലമായിട്ടാണ് അവളിങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്ത് പറയുമ്പോൾ ന്യായീകരിക്കാനൊന്നും പറ്റില്ല. അത് മിത്രവരുണന്മാർ അവിടുന്ന് മിത്ര അനുകൂലമായ സാഹചര്യവും വരുണനും ഉണ്ടാകുമ്പോഴാണ് വന്നിട്ട് വികാരം ഉണ്ടാക്കിയിട്ട് എന്തുണ്ടാക്കുന്നത്, കുട്ടികളെ ജനിപ്പിക്കുന്നത്. അതിന് വേണ്ടിയിട്ടായി വരുന്നത്. അനുകൂലമായ സമയം വരുമ്പോൾ ഈ വികാരങ്ങൾ കയറി വരും, ഊർവശി കയറി വരും. എന്നിട്ട് മിത്രവരുണന്മാർ അവരെ ചേർത്തിട്ട് അവരിൽ നിന്ന് ഒരു കുട്ടീനെ ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് പുരൂരവസിനെ അവൾ വന്നിട്ട്, അപ്പോൾ ശാപം കൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ള കാര്യം. അത് ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരും. ഇതിനു വേണ്ടിയിട്ട് മിത്രവരുണന്മാർ മിത്രം എന്ന് പറഞ്ഞാൽ അനുകൂല സാഹചര്യം, വരുണന്മാർ എന്ന് പറഞ്ഞാൽ രാസപ്രവർത്തനങ്ങൾ, ജനിതക ഘടന കൂടിയിട്ട് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അനുകൂലമായ സാഹചര്യം വരുമ്പോൾ ആണുങ്ങളെ തമ്മിൽ യോജിപ്പിക്കാൻ, പെണ്ണിനെ യോജിപ്പിക്കാനാണ് ഈ വരുന്നത്. ആര്? ഈ വികാരം കയറി വരും. എന്നിട്ട് പുരൂരസവനെ കണ്ടിട്ട് മനോധൈര്യത്തെ അവൾ നിയന്ത്രിച്ചിട്ട് കഥയിൽ വരുമ്പോൾ ഇങ്ങനെയെല്ലാം പറയും. അവൻ്റെ സമീപത്തിൽ സാദരം ചെന്നു നിന്നു. അവൾ പോയിട്ട് അവൻ്റെ അടുത്ത് പോയി നിന്നു. 18 ആ രാജാവ് അവളെ കണ്ടിട്ട് ആനന്ദത്താൽ വികസിച്ച കണ്ണുകളുമായി അവളെ കണ്ടപ്പോൾ അയാളും അന്തം വിട്ടുപോയി. പിന്നെയോ കോരിത്തരിച്ച ശരീരത്തോടുകൂടി, ശരീരമെല്ലാം കോരിത്തരിച്ചുകൊണ്ട് അവളോട് മൃദുലമായ സമീപത്തിൽ ചോദിച്ചു. അപ്പം 19 പുരൂരവസ് ചോദിക്കുകയാണ്, സുന്ദരി രത്നമേ ഇരിക്കൂ. അടുത്തിരിക്കാൻ പറയുകയാണ്. ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? എന്നോടുകൂടി സസുഖം ഇവിടെ രമിച്ചാലും, ഈ ഒരു കാര്യം ചെയ്യുക, എന്നോടുകൂടി സസുഖം രമിച്ചാലും നമ്മൾക്ക് ഇരുവർക്കും ഈടുറ്റ കാലത്തോളം രതിസുഖം അനുഭവിക്കാം. നമുക്കിവിടെ ഇരുന്ന് രതിസുഖം, കാരണം ആ വികാരമാണ് അവനിൽ കയറി വരുന്നത്. ഊർവശി പറഞ്ഞു 20 അവൾ പറയുകയാണ്, സുന്ദരായ എന്ന് വിളിച്ചുകൊണ്ട് ചോദിച്ചാണ്, അങ്ങയെപ്പോലെ സുന്ദരനായ ഒരാളിൽ ഏതൊരു പെണ്ണിൻ്റെ കണ്ണും കരളുമാകാണ് ആസക്തനാകാതിരിക്കുന്നത്? യാതൊരുവളുടെ ഹൃദയമാണ് ആ മാരിടത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് രതിക്രീഡക്ക് അഭിലഷിക്കാതിരിക്കുന്നത്? അവൾ അങ്ങോട്ട് പറയുകയാണ്. എന്നിട്ട് 21 ആത്മഗൗരവമുള്ള മഹാരാജാവേ, ഈ 2 ആട്ടിൻകുട്ടികളെ അങ്ങ് സംരക്ഷിക്കണം. അപ്പോൾ അവൾ 2 ആട്ടിൻകുട്ടികളുമായിട്ടാണ് വന്നിരിക്കുന്നത്. രാജാവോട് പറയുന്നത്, എനിക്ക് സമ്മതം തന്നെ, പൂർണ്ണ സമ്മതം. കാരണം ആ വികാരമാണ് കയറി വരുന്നത്. വികാരത്തിന് പിന്നെ കയറി വന്ന് എന്തിനു വേണ്ടിയാണ്? പിന്നെ അതിന് എതിർപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല. നേരെ മറ്റൊരു ഒരു പെണ്ണാണെങ്കിൽ പറയേ ഇത് അച്ഛന് സമ്മതം വേണം, അതുപോലെ ഇത് വേണം എന്നെല്ലാം പറയും. ഇത് വികാരമാണ് വരുന്നത്. ഊർവശി വികാര രൂപത്തിൽ വരുന്നതാണ്. അപ്പോൾ എൻ്റെ 2 ആട്ടിൻകുട്ടികളെ അങ്ങ് സംരക്ഷിക്കണം. എന്തിനാ ഈ ആട്ടിൻകുട്ടികളെ പിടിച്ചിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, കഥയിൽ മുന്നോട്ടേക്ക് പോകേണ്ടിക്ക് ഇതെല്ലാം വേണ്ടി വരും. അതുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? 2 ആട്ടിൻകുട്ടികൾ അവനെ ഏൽപ്പിക്കുകയാണ്. അതിനെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. അതൊരു കണ്ടീഷനാണ്. ആ കണ്ടീഷൻ തെറ്റാൻ പാടില്ല. പിന്നെയോ, ഞാൻ അങ്ങയോടൊപ്പം രമിച്ചു കൊള്ളാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. സൗഭാഗ്യമുള്ളവൻ ആരോ അവൻ
സ്ത്രീകൾക്ക് ഭർത്താവായി വരുമെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകൾക്ക് ഭർത്താവായിട്ട് സൗഭാഗ്യമുള്ളവൻ വരും. അത് പിന്നെ ജാതിയും മതവും അല്ലെങ്കിൽ ദേവനാണോ അസുരനാണോ അങ്ങനത്തെ പ്രത്യേകതയൊന്നുമില്ല. സ്ത്രീകൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അവൾ പറയുകയാണ്, അങ്ങേക്ക് തോന്നും ചിലപ്പോൾ ഞാൻ മറ്റേ ദേവ നർത്തകിയല്ലേ, ഈ മനുഷ്യരായവരോട് പറ്റുമെന്ന്. സ്ത്രീകൾക്ക് അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയുകയാണ്. അതായത് യോജിച്ച ഭർത്താവ് വരും. അത് പിന്നെ എന്ത് ജാതിയായാലും എന്ത് മതമായാലും ഏത് ദേവനായാലും അസുരനായാലും അതൊന്നും പ്രശ്നമില്ല എന്ന് പറയപ്പെടുന്നുണ്ട് എന്ന്. എന്നിട്ട് പറയാണ് വീര്യശാലി 22 എനിക്ക് തേന് മാത്രമാണ് ആഹാരം, ഞാൻ തേനേ കഴിക്കുള്ളൂ, വേറൊന്നും കഴിക്കില്ല. കാരണം ദേവലോകത്തുനിന്ന് വരികയാണ്, അവിടെ തേന് മാത്രമേ കഴിക്കുമായിരിക്കും. സംഭോഗ സമയം ഒഴിച്ചിട്ട് മറ്റൊരു സമയത്തും അങ്ങയെ കാണാൻ, വസ്ത്രരഹിതനായിട്ട് കാണാൻ ഇടവരരുത്. സംഭോഗ സമയത്ത് കുഴപ്പമില്ല, എല്ലാത്ത സമയത്തൊന്നും വസ്ത്രമില്ലാത്ത രൂപത്തിൽ അങ്ങേ ഒരിക്കലും കണ്ടുകൂടാ. മഹാമനസ്കനായ ആ പുരൂരവസ് അതെല്ലാം സമ്മതിച്ചു. ഇനി 23 പറയാണ്, അവൻ പറയുകയാണ്, ദേവസൗന്ദര്യം അവളെ വർണ്ണിക്കുകയാണ്. സൗന്ദര്യ അത്ഭുതം, നിന്റെ ദേഹത്തിൻ്റെ സൗന്ദര്യ അത്ഭുതം, ശൃംഗാരിഭാവം അതിലും അത്ഭുതം, മനുഷ്യരെ മയക്കുന്ന ദേവനാരിയായ നീ, ദേവനാരിയായ നിന്നെ മറ്റാരാണ് പിന്നെ ആർക്കാണ് ഇഷ്ടപ്പെടാതിരിക്കുക? കാരണം അവളെ അങ്ങ് വർണ്ണിച്ച് പറയുകയാണ്. ആ പുരൂരവസ് അർഹിക്കുന്ന പ്രകാരം രമിപ്പിക്കുന്നവളായ അവളോടുകൂടി, അവളാണ് രമിപ്പിക്കുന്നത്. നമ്മളിവിടെ ചിന്തിക്കേണ്ടത് അവൾ എന്ന് പറയുന്ന വേറൊരു സ്ത്രീയായിട്ടല്ല അവിടെ കാണേണ്ടത്. സ്ത്രീ അവിടെ വേറെ ഉണ്ടാവും. യഥാർത്ഥത്തിൽ അവനിലൂടെ ഉണ്ടാകുന്ന അവനിലെ നാഡികളെയാണ് ആ പുറത്തുനിന്ന് വരുന്ന ആ ബലം, അവൻ്റെ വികാരങ്ങളെ ഉയർത്തുന്ന ആ ബലം, അതിനാണ് ഊർവശി എന്ന് പറയുന്നത്. അത് അർഹിക്കുന്ന പ്രകാരം രമിപ്പിക്കുന്നവളായ അവളോടുകൂടി ചൈത്രരഥം മുതലായ ദേവന്മാരുടെ ക്രീഡാ സങ്കേതങ്ങളിൽ യഥേഷ്ടം വിഹരിച്ചു. അപ്പം ആ സമയത്ത് അവനിൽ ദേവന്മാരുടെ കാരണം അവൾ ദേവസ്ത്രീയാണല്ലോ, ആ തരത്തിലുള്ള ഒരു ലോകത്തിലാണ് അവൻ വിനോദിച്ചുകൊണ്ട് ഇരുന്നത്. ഇനി 25 താമരപ്പൂവിൻ്റെ കേസരങ്ങളിൽ നിന്ന് വരുന്ന നല്ല സുഗന്ധമായ മണമുള്ള അവളോടൊത്ത് അയാൾ അങ്ങനെ കുറേ ദിനരാത്രങ്ങൾ കടന്നുപോയി. ഇനി 26 ദേവേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ദേവലോകത്ത് നിന്ന് വിടുന്നതാണ്. ഇന്ദ്രനാണ് എല്ലാവർക്കും വിട്ടുകൊടുക്കുക ഊർവശീനെ. സമയത്തുമ്പോൾ തിരിച്ചങ്ങോട്ടേക്ക് വിളിക്കും. കാരണം ഓരോ കാലഘട്ടത്തിലാണ് ഇത് കയറി വരും. അപ്പോഴാണ് അവനിൽ ഇത്തരം വികാരങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ട് പെണ്ണും കെട്ടി കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് അവൾ തിരിച്ചങ്ങ് പോകും. ആ പെണ്ണ് കെട്ടുന്നതിനെ കട്ടി മുമ്പിലാണ് ഇങ്ങനെ പ്രേമവും അതും തലക്ക് പിടിച്ച് എല്ലായിട്ട് നടക്കുക. മറ്റേ കക്ഷിയിൽ ഗന്ധർവനാണ് കയറുക. എന്നിട്ട് അവർ പിന്നെ അതിൻ്റെ പിന്നിലായിരിക്കും, വേറെ ഒരു ചിന്തി ഉണ്ടാവില്ല. പെണ്ണെല്ലാം കെട്ടി ഒരു 2-3 ആഴ്ചയെല്ലാം കഴിയുമ്പോഴേക്ക് പിന്നെ ഗന്ധർവനും ഈ കക്ഷി അങ്ങ് പോകും. അതുപോലെ ദേവേന്ദ്രൻ അപ്പം തിരിച്ചു വിളിക്കും. ദേവേന്ദ്രൻ ഊർവശിയെ കാണാതെ ഗന്ധർവന്മാരെ ഊർവശിയെ കൊണ്ടുവരുവാൻ പ്രേരിപ്പിച്ചു. ഗന്ധർവന്മാരോട് പറഞ്ഞു, അവൾ പോയിട്ട് കുറേ കാലമായി പോയി തിരിച്ചും വിളിച്ചിട്ട് വന്നു. ഊർവശിയില്ലാത്ത എൻ്റെ സഭാമന്ദിരം അധികം ശോഭിക്കുന്നില്ല, അവളില്ലാതെ എൻ്റെ സഭാമന്ദിരം ചോദിക്കുന്നില്ല. അതുകൊണ്ട് വേഗം പോയിട്ട് ദേവന്മാരോട് പോയിട്ട് പോയി കൂട്ടിയിട്ട് വരിക. ഇവിടെയും
ദേവേന്ദ്രനാണ് ഈ എല്ലാ കർമ്മത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി എന്ന് വേദങ്ങളിൽ പറയുന്നുണ്ടല്ലോ. ഏത് കർമ്മം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ദേവേന്ദ്രൻ ഉണ്ടാകും. ഇവിടെയും ഇവൻ്റെ ഈ കർമ്മത്തിനും പറഞ്ഞു വിടുന്നത് ആരാണ്? ദേവേന്ദ്രനാണ് ഊർവശീനെ. ആ സമയത്തുമ്പോൾ സമയം കഴിയുമ്പം വിളിച്ച് തിരിച്ചു കൊണ്ടുവരും. ഇനി 27 പാതിര നേരത്ത് ആ ദേവേന്ദ്രന്മാർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ വന്നിട്ട് ഈ രണ്ട് ആടുകളെയും ഗന്ധർവന്മാർ രാജാവിൻ്റെ അടുക്കൽ ഏൽപ്പിച്ച 2 ആടുകളെയും കട്ടുകൊണ്ടുപോയി. അപ്പം ഊർവശി എന്ത് പറഞ്ഞിട്ടാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ഈ ആടുകളെ കളയാതെ വെച്ചോളണം കേട്ടോ എന്നും പറഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഈ ദേവന്മാർ വന്നിട്ട് ഗന്ധർവന്മാർ വന്നിട്ട് എന്ത് ചെയ്തു? ഈ 2 ആടുകളെ അടിച്ചെടുത്ത് കൊണ്ടുപോയി. അപ്പം ഇത് എല്ലായിടത്തും ഇങ്ങനെയായിരിക്കും ദേവേന്ദ്രൻ ചെയ്യുന്ന പരിപാടി. അല്ലെങ്കിൽ ഗന്ധർവന്മാർ എല്ലാ വീട്ടിലും 2 ആടും കൊണ്ടായിരിക്കും വരിക. ഇനി 28, 29 നീ 2 ആടുകൾ എന്താണെന്നും ഒന്ന് ശാസ്ത്രീയമായിട്ട് ചിന്തിച്ചു നോക്കുക. എന്തെങ്കിലും അവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പിടികിട്ടും. അതാടിയിരിക്കട്ടെ. എൻ്റെ കുഞ്ഞാടുകളുടെ കരച്ചിൽ കേട്ട് ഊർവശി പറഞ്ഞു. അപ്പം കുഞ്ഞാടുകൾ കരയുന്നത് കേട്ടു. അപ്പം മനസ്സിലായി ഇത് അടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. കാരണം ഇത് സ്ഥിരം പരിപാടിയായിരിക്കും, ഇവർക്ക് നേരം അറിയായിരിക്കും. ഇതെല്ലാം ഒരു പ്ലാൻ അനുസരിച്ചാണല്ലോ കാര്യം പോകുന്നത്. അവർക്കും അറിയാലോ. അപ്പോൾ ദേവേന്ദ്രക്ക് കക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ട്, ഇതെല്ലാം അറിയായിരിക്കും. അപ്പം ഊർവശി പറഞ്ഞു, വീരനെന്ന് ഊക്കം കൊള്ളുന്ന ആണും പെണ്ണുമല്ലാത്ത ഇവൻ വീരനെന്ന് ഊക്കം കൊണ്ടിട്ടുണ്ട്, എൻ്റെ ആടിനെയെല്ലാം സംരക്ഷിച്ചോളാമെന്ന്. പക്ഷെ ആണും പെണ്ണുമല്ലാതെ ഇവൻ, അവ ആണുമല്ല പെണ്ണുമല്ല. ഈ പൊണ്ണത്തടിയൻ ഭയങ്കര പൊണ്ണത്തടിയനായിട്ടാണ് ഇവൻ ഇരിക്കുന്നത്. ഈ പൊണ്ണനായ ഭർത്താവിനെ കണ്ട് ഞാൻ ആകെ നാശത്തിലേക്ക് വന്ന് പെട്ടുപോയല്ലോ. ഈ ഭർത്താവിനെ വിശ്വസിച്ചിട്ടാണ് 2 ആടുകളെ ഞാൻ, പൊണ്ണത്തടിയനായി നല്ല ഉഷാറുള്ളവനാണെന്ന് കണ്ടിട്ടാണ് എൻ്റെ 2 ആട്ടിനെ ഏൽപ്പിച്ചത്. അതിലൂടെ ഞാനെന്ത് പറ്റി? എനിക്ക് നാശം സംഭവിച്ചു. എൻ്റെ ആട് 2 നഷ്ടപ്പെട്ടു പോയി. ഏറ്റോ യാതൊരുള്ള വിശ്വാസത്താൽ ഞാൻ നശിച്ചു പോയി. എൻ്റെ 2 ആടുകളെ കള്ളന്മാർ കട്ടുകൊണ്ടുപോയി. ഇവനെ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഏൽപ്പിച്ചത്. എന്നിട്ട് ആ കുഞ്ഞാടുകളെ കള്ളന്മാർ കൊണ്ടുപോയി. ഇവൻ രാത്രിയിൽ സ്ത്രീകളെ പോലെ കിടന്നുറങ്ങുകയാണ്. പകലാവുമ്പോൾ നല്ല പുരുഷന്മാർ വലിയ യോദ്ധാവായിട്ട് നടിക്കുകയും ചെയ്യും. രാത്രി ഇവൻ സ്ത്രീകളെ പോലെ കിടന്നുറങ്ങും. എൻ്റെ പകലാകുമ്പോൾ ഞാൻ വലിയ ധീരനാണ് എന്ന പാദത്തിൽ നടക്കും. ഇതെല്ലാം ഇത്രയും പറഞ്ഞു കേട്ടപ്പോൾ 30 ഈ കുത്തുവാക്കുകൾ കേട്ടപ്പോൾ ഹൃദയം വളർന്നുപോയി അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം ആ രാത്രിയിൽ തന്നെ ആ സ്ഥലത്ത് നിന്ന് തന്നെ എഴുന്നേറ്റ് വാളും എടുത്തിട്ട് കോപത്തിൽ അതിവേഗത്തിൽ ഓടി. ഉടുതുണിയൊന്നുമില്ല ആ സമയത്ത്. ഉടുതുണിയില്ലാതെയാണ്, ഒന്നും ചിന്തിക്കാതെ ഇത് കേട്ടപ്പോൾ തന്നെ ദേഷ്യം കയറിയിട്ട് ഉടുതുണിയില്ലാതെ ഒരൊറ്റ ഓട്ടമാണ്. ഇപ്പം 31 ഗന്ധർവന്മാര് ഇവൻ വരുന്നാണ്ടേരം എന്ത് ചെയ്ത് ആടി ഉപേക്ഷിച്ചിട്ട് അവരെ ആട്ടിന് പോയി. രാജാവ് ആടുകളെ കണ്ട് അവയെ തിരികെ വന്ന് നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയായിട്ടാണ് വരുന്നത്? ഉടുക്കാൻ തുണി പോലും ഇല്ലാതെയാണ് അവൻ ഓടിയത്. അപ്പം നഗ്നനായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു കണ്ടീഷനുണ്ട്, എൻ്റെ മുമ്പിൽ നഗ്നനായിട്ട് എല്ലാത്ത സമയമൊന്നും വരാൻ പാടില്ല. അപ്പോൾ അവളെന്ത് ചെയ്ത്, അവൾ ഇന്ദ്രപുരിയിലേക്ക് ഇവൻ വാക്ക് തെറ്റിച്ചല്ലോ. അവൾ വന്ന വഴി തന്നെ അവൾ വട്ടിട്ടങ്ങ് പോയി. ഇനി 32 പുരൂരവസ് ശയ്യയെ തൻ്റെ പത്നിയെ കാണാതായപ്പോൾ മനസ്സെല്ലാം കെട്ടവനായി ഭ്രാന്തനെ പോലെ നാട് നീളം പിന്നെ നടക്കാൻ തുടങ്ങി.
അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുരുക്ഷേത്രത്തിൽ വെച്ച് സരസ്വതി നദിയുടെ തീരത്ത് അവളെയും അവളുടെ തോഴികളെയും 5 പേരെയും അവിടെ കണ്ടു. അവിടെ അവരെല്ലാം നിൽക്കുന്നു. അപ്പോൾ അവൻ കണ്ടപ്പാട് വിളിച്ചു, അലയോ പത്നി, നിൽക്ക് അവിടെ. നീ എന്നെ രതിയിൽ സംതൃപ്തനാക്കാതെ പോകുവാൻ അർഹിക്കുന്നില്ല. എന്നെ തൃപ്തിപ്പെടുത്താതെ നീ പോകാൻ പാടില്ല. നമുക്ക് സരസ സല്ലാപങ്ങൾ നടത്തിക്കൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാമെന്ന് പുരൂരവസ് ക്ഷമിക്കുകയാണ്. 35. ഭവതി അകലത്തിലേക്ക് വഴിക്കിറക്കപ്പെട്ട എൻ്റെ ഈ ശരീരത്തെ, അതായത് നീ വിട്ടിട്ട് എൻ്റെയും വിട്ടിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ എൻ്റെ ശരീരം ഇവിടെ എന്തായി പോകും? വീണു പോകും. ഭവതിയുടെ പ്രസന്നഭാവത്തിന് അവിഷയമായി തീരുന്ന ഈ ശരീരം ചെന്നായ്ക്കളും കഴുകന്മാരും തിന്നു തീർക്കും. അതായത് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനൊന്നും പറ്റില്ല. ഞാനിവിടെ കിടന്ന് നീ എന്നെയും വിട്ടിട്ട് ദൂരെ അകലത്തേക്ക് പോവുകയാണെങ്കിൽ ഞാനിവിടെ വീണ് കിടക്കും. എൻ്റെ ശരീരം വല്ല ചെന്നായ്ക്കളും പട്ടികളും എല്ലാം തിന്നു തീർക്കും. അതുകൊണ്ട് നീ എൻ്റെ അടുത്ത് തന്നെ വന്നിരിക്കുക, നമുക്കിങ്ങനെ രമിച്ചിരിക്കാമെന്ന് വിളിക്കുന്നു. അപ്പോൾ 36 അവൾ പറയുകയാണ്, മരിക്കരുത്, താങ്കളൊരു പുരുഷനാണ്. പുരുഷനെങ്ങനെ ഇങ്ങനെ മരിക്കരുത്? ഈ ചെന്നായ്ക്കൾ താങ്കളെ തിന്നു തീർക്കൊന്നുമില്ല. സ്ത്രീകൾക്ക് ഒരിക്കലും ഒരിടത്തും സൗഹൃദം ഉണ്ടാകാറില്ല. അപ്പോൾ ഒരു തത്വം പറയുകയാണ്, ഈ സ്ത്രീകൾക്ക് ഒരിടത്തും ഒരു സൗഹാർദ്ദവും ഒരിക്കലും ഒരിടത്തും ഒരു സൗഹാർദ്ദം ഉണ്ടാകില്ല. അതുകൊണ്ട് അങ്ങ് വെറുതെ മരിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്ത്രീകളുടെ സ്വഭാവം അങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങനെ ശരീരം വെറുതെ പട്ടിക്കൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്ത്രീകൾ ഒരിക്കലും ഒരിടത്തും സൗഹൃദം ഉണ്ടാകാറില്ല. സ്ത്രീകളുടെ ഹൃദയം ചെന്നായ്കളുടെ ഹൃദയം പോലെയാണ്. അവൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇനിയോ 37. സ്ത്രീകൾ പൊതുവെ കനിവില്ലാത്തവരാണ്, പരുഷ സ്വഭാവക്കാരാണ്, സഹനശീലമില്ലാത്തവരാണ്. തന്നിഷ്ടം നേടുവാൻ കുടുംബത്തെ തന്നെ കൈവിടും അവൾ. നിസ്സാര കാര്യം സാധിക്കുവാനായി തന്നിൽ വിശ്വാസമർപ്പിച്ചത് ഭർത്താവിനെയും സഹോദരങ്ങളെയും എല്ലാം കൊന്നുകളയുവാനും അവൾ നടിക്കില്ല. ഇങ്ങനെയാണ് സ്ത്രീകളുടെ കാര്യം. പിന്നെ എന്തിനാ വെറുതെ അതിൻ്റെ അകത്ത് ഇത്ര മോഹം വെക്കുന്നത്? ഇനി 38. അറിവില്ലാത്തവരിൽ കപട വിശ്വാസം ഊതിവെച്ച് ആവശ്യം വരുമ്പോൾ സൗഹൃദം കൈവിട്ട് പുതിയ കാമുകരെ തേടിപ്പോകും. അറിവില്ലാത്ത, ഇതൊന്നും മനസ്സിലാകാത്തവരിൽ കപടമായ ചങ്ങാത്തം എല്ലാം സ്ത്രീകൾ ഉണ്ടാക്കി വെച്ചിട്ട് ആവശ്യം വരുമ്പോൾ, വേറൊരാവശ്യം വരുമ്പോൾ ഈ സൗഹൃദം എല്ലാം പഠിച്ചിട്ട് പുതിയ കാമുകൻ്റെ കൂടെ പോകും. പല പുരുഷന്മാരോടും ചേർന്ന് രമിക്കുകയും നിയന്ത്രണം വിട്ട് തോന്നിയ മട്ടിൽ വ്യവഹരിക്കുകയും ചെയ്യും. അതുകൊണ്ട് 39 പറയുകയാണ്, അതുകൊണ്ട് മഹാപ്രഭു, ഓരോ സംവത്സരത്തിൻ്റെയും അവസാനത്തിൽ ഒരു ദിവസം, ഒരു വർഷത്തിൻ്റെ അവസാനത്തെ ഒരു രാത്രി എന്നോടത്ത് താമസിച്ച് രമിച്ചു കൊള്ളുക. താങ്കൾക്ക് വേറെ സന്താനങ്ങളും ഉണ്ടായിക്കോളും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, വർഷത്തിൻ്റെ അവസാനം ഒരു ദിവസം, ഒരു രാത്രി എന്നോട്, അതായത് ചില കാലങ്ങളിൽ ഈ വികാരം വന്നങ്ങ് ചേരും. അപ്പോഴാണ് ബോധമെല്ലാം നഷ്ടപ്പെട്ടിട്ട് വല്ലേൻ്റെ പിന്നാലെയെല്ലാം ഇങ്ങനെ പ്രേമവും ഇതുമെല്ലാമായിട്ട് അത്തി പിടിച്ച് നടക്കുന്നത്. അത് കുറച്ച് ദിവസങ്ങൾ അങ്ങനെ നിന്നു. കയറി വന്നാൽ തന്നെ കല്യാണം കഴിയുന്നവരെ, അല്ലെങ്കിൽ വല്ല തല്ലി ശരിയാക്കുന്നത് വരെ, അങ്ങനെ കുറച്ച് സമയം വരെ. അത് കഴിയുമ്പോൾ അവളങ്ങിട്ടെറിഞ്ഞു പോകും. അവളെന്ന് പറഞ്ഞാൽ പെണ്ണല്ല പറയുന്നത്. ഈ ഉള്ളിൽ വന്ന് കയറുന്ന വികാരം ഉണ്ടാക്കുന്ന സംഗതി എന്താ? ചില ആൾക്കാർക്ക് കല്യാണം ഒന്ന് കഴിക്കണം, എനിക്ക് കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് ചില ആണുങ്ങൾ നടക്കുന്നില്ല, കണ്ടിട്ടില്ലേ? കല്യാണം ഒന്നും വേണ്ട, ഒരു താല്പര്യമില്ല. എന്തുകൊണ്ട്? അവരിൽ ഈ ശക്തി കയറുന്നില്ല. അതുകൊണ്ട് തന്നെ
ഈ ശക്തി കയറിയാൽ മന്മഥൻ ബാണം തൊടുത്താൽ ആ സമയത്തുമ്പോൾ കുട്ടികൾ ഉണ്ടാകേണ്ട സാഹചര്യം വരുമ്പോൾ ഇതെല്ലാം പ്രയോഗിക്കും. അവർ അതിന് അടിമപ്പെട്ട് നമ്മളെല്ലാം മായയിലകപ്പെട്ട് ചെയ്യുകയാണ് ഇതെല്ലാം. അതെന്നിട്ട് ഇട്ടെറിഞ്ഞു പോകും. അതിട്ടെറിഞ്ഞ് പോകുമ്പോഴാണ് പ്രേമിച്ച് കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് സഞ്ജീവ് ബാഗുവലിൻ്റെ പോകുന്നത്. പ്രേമിച്ച് കല്യാണം കഴിച്ചവരാണ്. കാരണം ഇത് കയറിയാലാണ് ഇത് സംഭവിക്കുന്നത്. അതിട്ടെറിഞ്ഞ് പോകുമ്പോൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് മനുഷ്യൻ മനസ്സിലാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകണം. അതാണ് ഇവിടെ പറയുന്നത്. സ്ത്രീകൾക്ക് അങ്ങനെ പ്രത്യേക ഇതൊന്നും ഇല്ല. ഇതൊന്നും മനസ്സിൽ വെക്കണ്ട. ആ ചിന്ത ഇല്ല എങ്കിൽ ഈ വികാരം വരുമ്പോൾ കെട്ടുമായിരിക്കും. കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ശേഷം എന്താണ്, അവളെന്തോ പിന്നെ അതിൻ്റെ ശേഷം പിന്നെ അവർക്ക് വേറെ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ആദ്യമുള്ള താല്പര്യം എന്തായാലും ആർക്കും ഉണ്ടാവില്ല. ആണിനും ഉണ്ടാവില്ല, പെണ്ണിനും ഉണ്ടാവില്ല. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ അങ്ങനെ തന്നെ. പിന്നെ ഒരു വർഷത്തിൻ്റെ അവസാനം ചിലപ്പോൾ ഒരു രാത്രിയിൽ എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതിൽ വല്ല അർത്ഥമുണ്ടോയെന്നല്ല ഓരോളം വിലയിരുത്തി നോക്കുക. അവരവരുടെ ഭാവനക്കനുസരിച്ച് ഈ കഥകൾ അവരവരുടെ ഭാവനക്കനുസരിച്ച് വ്യാഖ്യാനിച്ചെടുത്തോളണം. അപ്പം 39 ഇനി 40. താങ്കൾക്ക് വേറെ സന്താനങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ വേറെ സന്താനങ്ങളും ഉണ്ടാകും. 1 വർഷം കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴേ ഉള്ളൂ. ഈ വികാരെല്ലാം ഗന്ധർവനെല്ലാം കൂടുന്ന കുറച്ച് കാലത്തേക്കാണ്. ഗന്ധർവൻ കയറുന്നത് ഇങ്ങനെ ഊർവശീലം കയറി വരുന്നത്. പിന്നെ ഓരോ സമയം വർഷാവർഷം ഓരോ കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് ഉണ്ടാകുന്നതാണ്. പിന്നെ കൊല്ലം പ്രസവിക്കുമെങ്കിലും അതെല്ലാം പിന്നെ അങ്ങനെയാണ്. ആ ഗന്ധർവൻ കയറിയ മാതിരിയുള്ള ഒരു ഇതൊന്നും അതെല്ലാം ചില സമയത്തേ ഉള്ളൂ. ഗന്ധർവൻ കയറുന്നതും ഈ ഊർവശി കയറുന്നതെല്ലാം ഒരു പ്രത്യേകത. പിന്നെ അതങ്ങൊരു ചടങ്ങ് വരി അങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് വേറെ കുട്ടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഗർഭമുണ്ട് എന്ന് മനസ്സിലായി. അതുകൊണ്ട് 40 ഊർവശിക്ക് ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്തു? സ്വരാജധാനിയിലേക്ക് തിരിച്ചുപോയി. കാര്യമെല്ലാം മനസ്സിലാക്കിയാൽ നേരെ സ്വരാജധാനിയിലേക്ക് പോയി. വീണ്ടും വർഷാവസാനത്തിൽ അവിടെ കയറി വന്നു അവളുടെ അടുത്തേക്ക്. അപ്പോൾ ആ ഒരു വീരപുത്രനെയും മാതാവോടൊത്ത് കണ്ടു. വളരെ സന്തോഷം കൊണ്ട് ആ രാത്രി അവിടെ അങ്ങ് കഴിഞ്ഞു. എന്നിട്ട് 41 അതിൽ പിന്നെ ഊർവശി അവളെ പിരിഞ്ഞു പോകുന്നത് കണ്ടിട്ട് സങ്കടപ്പെട്ട് ദയനീയമായി നിൽക്കുന്ന രാജാവിനെ കണ്ടിട്ട് ഊർവശി പറഞ്ഞു, ഈ ഗന്ധർവന്മാരെ പ്രസാദിപ്പിക്കുക. എന്നെ അവർ അങ്ങേക്ക് തരുന്നതാണ്. ഈ ഗന്ധർവന്മാരെ പ്രസാദിപ്പിച്ചാൽ മതി. അപ്പോൾ അവർ എന്നെ നിങ്ങൾക്ക് തരും. അപ്പം ഗന്ധർവന്മാരെ പ്രസാദിപ്പിച്ചാൽ എന്താണ് കിട്ടുന്നതെന്ന് പിന്നെ പറയുകയാണ്. 42 വാർത്തി സ്തുതിച്ച ഗന്ധർവന്മാർ അവന് സന്തോഷിച്ചിട്ട് ഒരു അഗ്നിസ്ഥാലിയെ കൊടുത്തു. ഒരു പാത്രം മാതിരിയുള്ളത് അഗ്നിസ്ഥാലി. ആ സ്ഥാലിയെ ഊർവശിയാണെന്ന് വിചാരിച്ചുകൊണ്ട് കാട്ടിൽ സഞ്ചരിക്കവേ അല്ലെന്ന് ബോധ്യമായി. ഊർവശിയെ കൊടുക്കുന്നത് പോലെ ഈ സ്ഥാലിയെയാണ് കൊടുത്തത്. അതും കൊണ്ട് ഊർവശിയാണെന്നുള്ള വിശ്വാസത്തിൽ അങ്ങ് പോയിട്ട് ഊർവശീനെ കിട്ടുന്നല്ല പറഞ്ഞത്. ഇത് ഊർവശി എന്ന് പറഞ്ഞാൽ എന്താണ്? വികാരമുണ്ടാക്കുന്ന ഒരു ശക്തി വിശേഷം. എല്ലാം പണ്ടല്ലാന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഊർവശി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ത്രീരൂപത്തിൽ കിട്ടുന്നൊന്നും പറഞ്ഞില്ല. ഈ ഉള്ളിലുണ്ടാകുന്ന വികാരം അത് ഈ സ്ഥാലിയിലുണ്ട്. അഗ്നിസ്ഥാലിയാണെന്നാണ് പറഞ്ഞത്. അഗ്നിസ്ഥാലിയെ നമ്മിലുണ്ടാക്കുന്ന വികാരമുണ്ടാക്കുന്ന ആ സംഗതിയാണ് ആ സ്ഥാലി കൊടുത്തിരിക്കുന്നത്. അല്ലാതെ എന്തല്ല, ഊർവശി എന്നത് ഒരു ബലമാണ്. അല്ലാതെ കണ്ണും മൂക്കും തലയും വെച്ചിട്ടുള്ള ഒരു സ്ത്രീയൊന്നുമല്ല. സ്ത്രീയെ അവിടെ
അവൻ കെട്ടുന്ന പെണ്ണാണ്. ഇത് വികാരത്തെ ഉണ്ടാക്കുന്ന ആ ശക്തി വെച്ച് അതിലൂടെയാണല്ലോ തലമുറ ഉണ്ടാകേണ്ടത്. അങ്ങനെ കുട്ടി ഉണ്ടായല്ലോ. എന്നിട്ടോ അവനെന്ത് ചെയ്തു? ആ അഗ്നിസ്ഥാലിയെ വനത്തിൽ വെച്ച് ഗൃഹത്തിലേക്ക് പോയിട്ട് രാത്രി തോറും അവളെ ധ്യാനിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ അവളെ ആരാധിച്ചുകൊണ്ട് ആ ചിന്തയായിട്ട് ഇരിക്കുമ്പോൾ ത്രേതായുഗം ആരംഭിച്ചപ്പോൾ കർമ്മപ്രതിബോധകമായ വേദത്രയം അവിടെ ഉത്ഭവിച്ചു. അപ്പോഴാണ് വേദത്രയം 3 വേദങ്ങളും ഉത്ഭവിച്ചത്. ത്രേതായുഗം വന്നപ്പോൾ, കൃതയുഗം എന്ന് പറയുമ്പോൾ മനുഷ്യൻ എങ്ങനെയാണ്? ഒരുമാതിരി മൃഗങ്ങളെ മാതിരിയുള്ള അവസ്ഥയാണ്. ഒരു സൗകര്യമില്ല. പ്രളയം നഷ്ടപ്പെട്ടിട്ട് രക്ഷപ്പെട്ടു വരുന്ന ആൾക്കാരുടെ അവസ്ഥ. അവർക്ക് വികാരവുമില്ല, വിചാരവുമില്ല, ഒരു ചുക്കുമില്ല. അത് വേദങ്ങൾ തന്നെ പറയുന്നുണ്ട്. ആ കാലത്തെ ഋഷികൾ അതുകൊണ്ടാണ് എല്ലാവരും ജടയും നശിച്ച്. കാരണം പ്രളയം കഴിയുമ്പോൾ ഒരു 10-50 പേര് ലോകം നശിക്കാൻ പോകുമ്പോൾ റോക്കറ്റ് കയറി രക്ഷപ്പെട്ടിട്ട് വന്ന് താമസിച്ചിരുന്നു. മറ്റേ ഇവിടെ ഒന്നുമില്ല, എല്ലാം വെള്ളമെല്ലാം അടിച്ചു കൊണ്ടുപോയി. അവരുടെ ജീവിതം എങ്ങനെയാണെന്നൊന്ന് ചിന്തിച്ചാൽ പോലെ. എന്ത് വികാരമാണ് ഉണ്ടാവുക? ഒരുമാതിരി പ്രതിമകൾ കിടക്കെ ഋഷികൾ. അതാണ് ആ ജീവിതം, ആ കൃതയുഗം. പിന്നെ അടിമവസ്ഥിതി, അത് അതിലൊരു ജീവിതമല്ല. അത് കഴിഞ്ഞിട്ടാണ് ത്രേതായുഗം മുതലാണ് എന്തുണ്ടാവുന്നത്? വേദങ്ങൾ ഉത്ഭവിക്കുന്നത്. ജ്ഞാനം രാമകാലഘട്ടത്തിലാണ് വേദങ്ങളെല്ലാം, ശാസ്ത്രങ്ങളെല്ലാം കണ്ടെത്തിയത്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ശാസ്ത്രങ്ങളെല്ലാം കണ്ടുപിടിച്ചത് ത്രേതായുഗത്തിലാണ്, രാമന്റെ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് വേദങ്ങൾ ആ സമയത്താണ് ഉത്ഭവിച്ചത് എന്ന് പറയുകയാണ്. ഇതെല്ലാം ചിന്തിച്ചിരിക്കുമ്പോൾ അതേസമയം വേദങ്ങൾ ആ കാലഘട്ടത്തിൽ ഉത്ഭവിച്ചു. എന്നിട്ട് 44 പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വനത്തില് അഗ്നിസ്ഥാലി വെച്ചിരുന്ന ആ സ്ഥലത്തേക്ക് അയാൾ പോയി. അവിടെ ഒരു ക്ഷീമവൃക്ഷത്തിൻ്റെ അടുക്കല് ഒരു അരയാൽ മരം നിൽക്കുകയായിരുന്നു. ആ അഗ്നിസ്ഥാലി വെച്ച സ്ഥലത്ത് ഒരു അരയാൽ മരം വെച്ചിരിക്കുകയായിരുന്നു. വളർന്നു കിടക്കുകയാണ്. ആ അരയാൽ മരത്തിൽ നിന്നും അയാൾ എന്ത് ചെയ്തു? 2 അരണിത്തടികൾ കടഞ്ഞെടുത്തു, കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അത് വെച്ച് അഗ്നിയെ കടയാൻ തുടങ്ങി. ഊർവശി ലോകം പ്രാപിക്കുവാൻ വേണ്ടി ബ്രഹ്മസാക്ഷാത്കാരം ഊർവശീൻ്റെ അടുത്തെത്തണം അയാൾക്ക്. പിന്നെയാണ് വേദങ്ങൾ വന്നു, ജ്ഞാനം വന്നു. പിന്നെ അയാളുടെ ലക്ഷ്യം എന്താണ്? ഊർവശി വന്ന എവിടെ നിന്നാണ്? ബ്രഹ്മലോകത്തു നിന്നല്ലേ, ബ്രഹ്മസാക്ഷാത്കാരം. അവൻ്റെ പിന്നത്തെ ആഗ്രഹം എന്താണ്? ബ്രഹ്മസാക്ഷാത്കാരം. ത്രേതായുഗം വന്നപ്പോഴേക്ക് അവന് പിന്നെ ഇതെല്ലാം അങ്ങ് മറന്നു. പിന്നെ അവന് വേണ്ട എന്താണ്? വേദങ്ങൾ കിട്ടി. വേദത്തിലൂടെ അദ്ദേഹത്തിന് എന്ത് വേണം? ബ്രഹ്മസാക്ഷാത്കാരം നടണം. ബ്രഹ്മസാക്ഷാത്കാരം ബ്രഹ്മാവല്ല ഇരിക്കുന്ന, ഇന്ദ്രനല്ല ഇരിക്കുന്ന ആ ലോകത്തിൽ എത്തുകയാണ്. അവിടെയാണ് ആടിയിരിക്കുന്ന ഊർവശി. അവിടെയുണ്ട്. അവിടെ പോയി ഊർവശീൻ്റെ പേര് ഇരുന്നൂടെ. അല്ലാതെ ഇവിടെ കയറി വരുത്ത അവളെ വരുത്ത കാര്യമൊക്കെ ഇല്ല. ഇതെല്ലാം വരുന്നത് അവിടുത്താണല്ലോ. എന്നാൽ പിന്നെ നേരെ ബ്രഹ്മസാക്ഷാത്കാരം പോയി അവിടെ നിന്ന് കഴിഞ്ഞാൽ ഊർവശീൻ്റെ അടുത്ത് പോയി ഇരിക്കാം. അതുകൊണ്ട് അയാൾ 2 അരണിത്തടികൾ എടുത്തിട്ട് അതിനെ മഥനം ചെയ്തു. അഗ്നിയെ കടയുവാൻ തുടങ്ങി. എന്തിനു വേണ്ടി? അവിടെ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ മഥനം നടത്തുമ്പോൾ താഴത്തെ അരണിയെ അയാൾ 2 മരം വെച്ചിട്ട് കടയുകയാണല്ലോ. ഒരസുമ്പോഴാണ് തീ ഉണ്ടാവുക. 2 അരണികൾ കടയുമ്പോഴാണ് തീ ഉണ്ടാവുക. അടിയിലത്തെ അരണിയെ അയാൾ ഊർവശിയായും മുകളിലത്തെ കമ്പിനെ അയാൾ ഞാനായി അങ്ങേരായും ചിന്തിച്ചുകൊണ്ടാണ് കടഞ്ഞുകൊണ്ടിരുന്നത്. അത് ഏത് തരത്തിലും വ്യാഖ്യാനിച്ചെടുത്താം. പിന്നെ അയാൾ
എങ്ങനെ ജീവിച്ചു എന്നല്ല അവരവർക്ക് വ്യാഖ്യാനിച്ചെടുക്കാം. മുകളിലെ അരണിയെ ഊർവശിയായും താഴത്തെ അരണിയെ ഊർവശിയായും മുകളിലേത്ത് ഇങ്ങേരായും ആര് ഇങ്ങനെ പേരെന്താണ് പുരൂരവസായും അതിൻ്റെ ഇടയിൽ കത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനത്തെ സന്താനമായി സങ്കല്പിച്ചുകൊണ്ട് കടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പിന്നെ ചെയ്തത്. ഇപ്പൊ ഊർവശി എവിടെ തന്നെയുണ്ട്? സ്വർഗത്തിലൊന്നുമല്ല. ബ്രഹ്മാവ് താഴത്തുണ്ടെങ്കിൽ ഈ കടയുന്ന തരണി ഊർവശിയാണെന്ന് സങ്കല്പിച്ചാൽ മതി. എല്ലാം ബ്രഹ്മമല്ലേ. അപ്പം കാണുന്നതെല്ലാം ഊർവശി തന്നെയാണ്. ഒരു പെണ്ണുണ്ടെങ്കിൽ ആ പെണ്ണിനെ ഊർവശിയായിട്ട് കണ്ടാൽ മതി. അരണ്യത്തടിയിലെ അടിയിലുള്ള ഭാഗത്തെയും ഊർവശിയായി കണ്ടാൽ മതി. മുകളിലുള്ളത് ഞാനാണെന്ന് ചിന്തിച്ചാലും മതി. ഇതെല്ലാം ഊർവശി, എല്ലാം ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മം തന്നെയാണ് ഊർവശിയായിട്ട് വരുന്നത്. പിന്നെ ഇനിയിപ്പോൾ അവിടത്തേക്ക് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ വെച്ചിട്ട് കടയുമ്പോഴും ഇങ്ങനെ അങ്ങ് സങ്കല്പിച്ചേച്ചാൽ മതി. അത് ഊർവശി തന്നെയാണ്. അത് ഏതിലൂടെ മനസ്സിലാകും? ഈ വേദത്രയങ്ങളിലൂടെ മനസ്സിലാക്കണം. 3 വേദങ്ങളും പഠിക്കുമ്പോൾ മനസ്സിലാകും എല്ലാം ഒന്ന് തന്നെയാണ്. ഊർവശിയും ഭാര്യനെയും ഊർവശിയായിട്ട് തന്നെ കാണാം. ഭാര്യയായിട്ട് വരുന്നത് ഊർവശി തന്നെയാണ്. ഇതെല്ലാം നമ്മളെ ദൃഷ്ടിയിലുള്ള ആ ഒരു കുഴപ്പം കൊണ്ടാണ് നമുക്ക് പലതായിട്ടെല്ലാം തോന്നുന്നത്. ഭാര്യ ഊർവശിയല്ല, ഊർവശി വേറെ എന്തോ ആണ്, ഇങ്ങനെയെല്ലാം തോന്നുന്നത്. ഇതെല്ലാം നമ്മളുടെ മിഥ്യാധാരണകളാണ്. അത് ഏതിലൂടെ മനസ്സിലാക്കണം? വേദങ്ങളിലൂടെ വാങ്ങണം. അങ്ങേർക്ക് വേദവും കിട്ടി. ഇതാണ് ഗന്ധർവന്മാർ പറഞ്ഞു കൊടുത്തത്. ഇദ്ദേഹത്തിന് ആ വേദങ്ങളാണ് കിട്ടിയത്. അത് വെച്ചിട്ട് ഇദ്ദേഹം എന്ത് കളിയാണ്? അടിയിലേത്ത ഊർവശിയായി സങ്കല്പിക്കുന്നു, മുകളിലേത്തത് അങ്ങേരായി സങ്കല്പിക്കുന്നു, നടുവിൽ കുട്ടികളും ഉണ്ടാകുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് കാലം ഇതെല്ലാം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാലത്തിനെന്ത് വേണം? കുട്ടികൾ വേണം. കുറച്ച് കടന്ന തരത്തിലാണ് വ്യാഖ്യാനം പോകുന്നത്. വേദവ്യാസൻ ഭാഗവതത്തിൻ്റെ പോക്ക്. ആ കടച്ചിലിൽ നിന്നും ജാതവേദസ് എന്ന അഗ്നി ഉണ്ടായി. അങ്ങനെ കടയുമ്പോഴാണ് അഗ്നി ഉണ്ടായത്. അപ്പോൾ വേദങ്ങളുണ്ടായി, അഗ്നി ഉണ്ടായി. ആ അഗ്നിയിൽ നിന്നും 3 തരം പുത്രന്മാർ ജനിച്ചു. ഗാർഹ്യപത്യാഗ്നി, ആവഹനീയാഗ്നി, ദക്ഷിണാഗ്നി. അങ്ങനെ 3 തരം അഗ്നികൾ. അതായത് അഗ്നികൾ 3 തരമുണ്ട്. ഒന്ന് സാധാരണ നമ്മൾ പാകം ചെയ്യുന്ന അഗ്നിയുണ്ട്, പിന്നെ വൈദ്യുതിപരമായിട്ടുള്ള ഊർജ്ജമുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുമാരിയുള്ള ഊർജ്ജമുണ്ട്. സയൻസിൽ വരുമ്പോൾ അതിനെ 3ആയിട്ട് തരംതിരിക്കാം. നമ്മൾ തന്നെ കെമിസ്ട്രി പഠിക്കുമ്പോൾ എങ്ങനെയാണ്, ഫിസിക്സ് പഠിക്കുമ്പോൾ ലൈറ്റ് ആൻഡ് സൗണ്ട് ലൈറ്റ് ഇതെല്ലാം ഒരു ഗ്രൂപ്പായിട്ട് പറയും. ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു കെമിസ്ട്രി പഠിക്കും. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് മറ്റേ ഇത് എന്നെല്ലാം പറഞ്ഞ് വേറെ തരത്തിൽ പഠിക്കും. അത് തരത്തിൽ 3 തരത്തിൽ അഗ്നിനെയൊക്കെ തരംതിരിച്ചതായിട്ട് കണ്ടാൽ മതി. ഇതിനെപ്പറ്റിയെല്ലാം പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്കൊന്നും ചിന്തിക്കണ്ട. അങ്ങനെ 3 വിഭാഗത്തിലുള്ള പുത്രൻ എന്ന നിലയിൽ അതിനെ കൽപ്പിക്കപ്പെട്ടു അദ്ദേഹത്തിന്. അപ്പോൾ അതിലൂടെയാണ് പ്രപഞ്ചത്തിൽ എന്തുണ്ടായത്? അഗ്നി ഉണ്ടായി, വേദമുണ്ടായി. അത്രി മഹർഷിയിലൂടെയാണ് ഉണ്ടായത്. അത്രി മഹർഷിയാണ് ആദ്യം അരണി കടഞ്ഞിട്ട് അഗ്നിയെ ഉൽപ്പാദിപ്പിച്ചത്. അപ്പം നമ്മൾ ഈ പുരൂരവസൻ്റെ കാലഘട്ടത്തിലാണ് അഗ്നി ഉൽപ്പാദിപ്പിച്ചത് എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അതിനിടയ്ക്ക് കുറേ കഥകളെല്ലാം കയറ്റിവെക്കുകയും ചെയ്തു. അപ്പം നമ്മളെ മനസ്സിൽ വിചാരങ്ങൾ ഉണ്ടാക്കുന്നതും കുട്ടികൾ ഉണ്ടാകാൻ പ്രേരിപ്പിക്കുന്നതും കല്യാണത്തിന് പ്രേരിപ്പിക്കുന്നതും എല്ലാം ആ മുകളിൽ നിന്ന് വരുന്ന ചില പ്രേരക ശക്തികളാണ്. അതാണ് നമ്മളെ കൊണ്ട് ആ ഇന്ന പെൺകുട്ടീനെ പ്രേരിപ്പിച്ചിട്ട് അല്ലെങ്കിൽ അന്വേഷിച്ച് നടന്ന് ആ പെൺകുട്ടീനെ കണ്ടെത്തുമ്പോൾ അവളെ കെട്ടിയിട്ട് അതിന് വേണ്ട പ്രകൃതിക്ക് എന്ത് തരത്തിലുള്ള കുട്ടി വേണോ അതിനെ നമ്മളിലൂടെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഈ തത്വങ്ങളാണ് ഇതിലൂടെ പറഞ്ഞു തന്നത്. ഇനി 46
ഇനി 47 പറയുകയാണ്, ഊർവശി വിഹരിക്കുന്ന ആ ഗന്ധർവ ലോകത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, അപ്പൊ ഇദ്ദേഹത്തിന് അഗ്നിയും കിട്ടിയല്ലോ, ഊർവശി വിഹരിക്കുന്ന ആ ഗന്ധർവ ലോകത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, ഇതല്ലേ എവിടുന്നാ കയറുന്നു വരുന്നത്? ഗന്ധർവ ലോകത്തിന്. അപ്പൊ ഇദ്ദേഹം എന്താ ചെയ്തത്? പുരൂരവസ് ആ അഗ്നി കൊണ്ട് യജ്ഞഫലദാതാവും ഇത്തരം വികാരങ്ങളിലൊന്നും താല്പര്യമില്ലാതെ വ്യത്യസ്തമായി നിൽക്കുന്ന എല്ലാ സർവഗുണങ്ങളും തേഞ്ഞ ആ ശ്രീനാരായണനെ യജിച്ചു, ആ അഗ്നി ഉപയോഗിച്ചിട്ട്. ഗന്ധർവലോകത്തിലെത്താൻ, ഊർവശീൻ്റെ അടുത്തെത്താൻ വേണ്ടിയിട്ട് ആരെയാണ് ആരാധിച്ചത്? ഇതിലൊന്നും താല്പര്യമില്ലാതെ ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ആ പരമമായ ശക്തിയെ, അതായത് ആ ശ്രീനാരായണനെയാണ് യജിച്ചത്. അപ്പം ബ്രഹ്മസാക്ഷാത്കാരം. ബ്രഹ്മസാക്ഷാത്കാരത്തിൽ ആടെ എത്തുമ്പോൾ ആരും ഉണ്ടാവും കൂടെ? ഊർവശിയാണ് ഉണ്ടാവും. അല്ല, ഊർവശീനെ യജിച്ചുകൊണ്ട് കിട്ടാനൊന്നും പോകുന്നില്ല. യജിക്കണ്ടിക്ക് ആരെ യജിക്കണം? ശ്രീനാരായണനെ യജിക്കണം. ഇനി 48, 49 എന്നിട്ട് പറയുകയാണ്, അല്ലയോ രാജാവേ, ആരാണ്? പരീക്ഷിത്ത് രാജാവോട്. ആദിയിലുണ്ടായ സത്യയുഗത്തിൽ സമസ്ത ശബ്ദങ്ങളുടെയും സ്വരൂപമായ ഓംകാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പ്രപഞ്ചം ഉണ്ടാകുമ്പോൾ വെറും ഓം എന്നൊരു ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രമേ വേദമായിട്ടുമുള്ളൂ. വേദമായിട്ടുമുള്ളത് ഏത് തന്നെയാണ്? ആ ഓംകാരം തന്നെയാണ്. ദേവനായിട്ടും നാരായണൻ എന്ന ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദിയിൽ ഓമേ ഉണ്ടായിരുന്നുള്ളൂ. ഓം തന്നെയാണ് വേദമന്ത്രം, വേദം. അതിൻ്റെ എല്ലാം അധിപനായിട്ടുള്ള ദേവനാര്? നാരായണൻ മാത്രം. മറ്റൊരു ദേവതകളും ഉണ്ടായിരുന്നില്ല. അഗ്നിയും ലൗകികാഗ്നി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ജാതിയും അന്ന് ഉണ്ടായിരുന്നില്ല. ത്രേതായുഗത്തിൻ്റെ തുടക്കത്തിലാണ് ഋഗ്വേദം, യജുർവേദം, സാമവേദം ഇവ ഉണ്ടായത്. അപ്പം പുരൂരവസിൻ്റെ കാലഘട്ടം ഏതാണെന്ന് നമ്മൾ ചിന്തിക്കണം. പുരൂരവസിൻ്റെ അല്ല, പുരൂരവസിൻ്റെ കാലഘട്ടം ഏതാണ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം ഉണ്ടായ കാലഘട്ടം ത്രേതായുഗത്തിൻ്റെ ആരംഭത്തിൽ. അതാണ് വേദത്രയം എന്ന് പറയുന്നത്. അത് പുരൂരവസിൽ നിന്നാണ് ആവിർഭവിച്ചത്. അപ്പം 3 വേദങ്ങളായി തിരിഞ്ഞത് പുരൂരവസിൻ്റെ കാലഘട്ടത്തിലാണ്. അന്നാണ് 3 വേദങ്ങളായിട്ടത് ഉത്ഭവിച്ചത്. എന്നിട്ട് പറയുകയാണ്, സ്വസന്താനസ്ഥായിയായ ത്രേതാഗ്നിയിൽ നിന്നും. അപ്പോൾ അന്ന് അദ്ദേഹം കടഞ്ഞെടുത്തിട്ട് കിട്ടിയത് എന്താണ്? 3 പുത്രന്മാരാണ്. അത് 3 തരത്തിലുള്ള ത്രേതാഗ്നികളാണ്. അപ്പം സയൻസ് വികസിച്ചത് അഗ്നി 3 രൂപത്തിൽ പ്രകടമായത് ആ ത്രേതായുഗത്തിലാണ്. ആ അഗ്നി 3 രൂപമായി തീർന്നപ്പോൾ ഈ പുരൂരവസ് എന്ത് ചെയ്തു? ഗന്ധർവലോകത്തെ പ്രാപിച്ചു. അപ്പം പുരൂരവസിൻ്റെ കാലഘട്ടം എപ്പോൾ കഴിഞ്ഞു? 3 വേദങ്ങളുണ്ടായി. അഗ്നിയെ 3 തരത്തിൽ കടഞ്ഞെടുത്തു. അഗ്നിയുടെ വിഭിന്ന ഭാഗങ്ങളായ വിഭിന്ന രൂപത്തിൽ കടഞ്ഞെടുത്തു. ആ സമയത്തുമ്പോൾ പുരൂരവസ് ഇതെല്ലാം എന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ ഉർവശീൻ്റെ അടുത്തെത്താൻ ഗന്ധർവലോകത്തിലേക്ക് എത്തി. ഗന്ധർവലോകത്തിലെത്തുമ്പോൾ ആരും ഉണ്ടാവില്ല, ഉർവശിയും ഉണ്ടാകും. നമ്മളെ എല്ലാം പിന്നിൽ നിന്ന് കളിപ്പിക്കുന്ന ശക്തി ബ്രഹ്മം അവിടെ ഉണ്ടാകും. നമ്മളെ കളിപ്പിച്ച എല്ലാ ശക്തികളും മേടിക്കലും നാരദനും അവിടെ ഉണ്ടാവും, ഊർവശി ഉണ്ടാവില്ല, എല്ലാം അവിടെ, മന്മഥനും എല്ലാം അവിടെ ഉണ്ടാവും. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതാണ് പുരൂരവസിൻ്റെ കാലഘട്ടം.